ഡൽഹിയിലെ വിദ്യാർത്ഥി വിഷയത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇൻഫോ പാർക്കും ചില ടെക്കുകളും ഇപ്പോൾ ഡൽഹിയിലെ വിദ്യാർത്ഥികൾക്കൊപ്പം ഇവിടെയുള്ള ഡൽഹിയിലുള്ള സഹോദരങ്ങൾ അവിടെ കുറെ ജനാധിപത്യം ഭരിക്കപ്പെട്ടിരിക്കുകയാണ്. അതായത് ജനാധിപത്യത്തിൻ്റെ ഒരു അവകാശമാണല്ലോ നമുക്ക് നമ്മുടെ അഭിപ്രായം തുറന്നു പറയാൻ. അത് തുറന്നു പറയുമ്പോൾ അവിടെ അടിച്ചമർത്തലൂടെ കുറേ അടിയും, അതായത് അവരെ നക്സലൈറ്റ് തീവ്രവാദികളെ പോലെയാണ്. ഇനിയിപ്പോൾ നാളെ ഒരു അട്ടിമറി, അതായത് മതസ്പർദ്ധ അല്ലെങ്കിൽ തീവ്രവാദ അതിലുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഞെട്ടേണ്ട ആവശ്യം അതിലെ ഞെട്ടേണ്ട ആവശ്യം ഉണ്ടാവില്ല. അത്രയധികം വരാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ സർക്കാർ അത്രയധികം ജനാധിപത്യം പോയി കിടക്കുകയാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിവിടെ കൂടി അവർക്കൊരു സപ്പോർട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളിവിടെ കൂടി. അവർക്കൊരു ഐക്യദാർഢ്യം ഇതിലുള്ള പല കറപ്ഷൻ പ്രാക്ടീസുകളെ ഒഴിവാക്കുക, ഈ സിസ്റ്റത്തെ സുതാര്യമാക്കുക, ഈ സിസ്റ്റത്തിൽ അഴിമതി കാണിക്കുന്നവർക്ക് അക്കൗണ്ടബിലിറ്റി ഐക്യദാർഢ്യം തന്നെയാണ് സമരത്തിന്റെ ഡിമാൻഡ്. അതിന് ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാവുന്നതാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ അവർ കഷ്ടപ്പെടുന്നത് അവരുടെ ഒരു 4 പേരുടെയോ ഒരു വന്നിട്ടുള്ള ഒരു ആയിരക്കണക്കിന് ആളുകളുടെയോ മാത്രം ആവശ്യമല്ല. ഇവിടെ നീറ്റ് പരീക്ഷയിലൂടെ ഈ കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് ബുദ്ധിമുട്ടിയിട്ടുള്ളത് ഒരുപാട് പേര്. നീറ്റ് മാത്രമാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ടായത്. UGC നെറ്റ് ആയിക്കോട്ടെ, മറ്റുള്ള പല എക്സാംസ് ആയിക്കോട്ടെ, ഇതിലൊക്കെ ഇതേ സംഗതികൾ, അതായത് ചോദ്യപേപ്പർ ചോർച്ചയും അതിലുണ്ടായിട്ടുള്ള ഒരുപാട് ക്രമക്കേടുകളും പുറത്തു വന്നു. ഒരുപാട് പേര് അനുഭവിച്ചു. 20 പേരുടെ ജീവിതം പോയി, അല്ലെങ്കിൽ അവർ ആത്മഹത്യ ചെയ്തു എന്നുള്ളത് നമ്മളെല്ലാവരും അറിഞ്ഞു. പക്ഷേ അതിൽ കൂടുതൽ ആളുകളുടെ ജീവിതം എഫക്റ്റ് ചെയ്തതിനെ പറ്റി പലരും അറിയുകയോ സംസാരിക്കുകയോ ഒന്നും ഈ പറഞ്ഞ അധികാരികളുടെ മുന്നിൽ എത്തിയിട്ട് പോലുമില്ല. ഇപ്പോഴും ചീഫ് ജസ്റ്റിസോ മറ്റുള്ള കോടതികളോ പറയുന്നത് ഇത് മുന്നിട്ടെടുക്കേണ്ട അല്ലെങ്കിൽ കേസായിട്ട് എടുക്കേണ്ട ഒരു കാര്യം പോലും ഇല്ല എന്നുള്ളതാണ് ഇന്നലെ വരെയും കേട്ടിട്ടുണ്ടായിരുന്ന ഒരു കാര്യം. ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി ഇതിൽ ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയെന്ന് കേട്ടു. പക്ഷേ ഇത്രയധികം ആളുകളെ ഡൽഹിയിലിട്ട് ഇത്രയും വലിയൊരു അക്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഈ സമാധാനപരമായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നവരെ ഇവരുടെ മേലിലേക്ക് ഇത്രയും അക്രമം അയച്ചു വിടുമ്പോൾ ഇത് ചെറുതായിട്ട് എടുക്കേണ്ടിയിരുന്നൊരു കാര്യമല്ല. ഇതിൽ ഇത്രയും ആളുകൾക്ക് രോഷമുണ്ട്. ഞങ്ങളുടെ ജനാധിപത്യം എന്ന് പറയുന്ന സംഗതി ഇതല്ല എന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ടെക്കീസ് ഇന്ന് തെരുവിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഇത്രയും ആളുകൾ നമ്മുടെ സപ്പോർട്ട് പറഞ്ഞിട്ടുള്ളതും അതിനെക്കൊണ്ട് മാത്രമേ.